ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ന്യൂ SCERT സീരീസിലെ അടുത്തൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ ആണ്. ഏതാണ്? 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 വരുന്ന ചാപ്റ്റർ ആണ്. ഓൾറെഡി ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഇന്നലെ നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ ഏതാണ്ട് കണ്ടിന്യൂഷൻ പോലെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ വേറെയും 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിലെ 4ാമത്തെ ചാപ്റ്റർ ആണ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. അപ്പോൾ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമ്മുടെ ദേശീയത എന്നൊരു ആശയം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതും, അതുപോലെ വിദേശീയർ അടക്കി വാണിരുന്ന വിദേശീയരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്ന നമ്മുടെ ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വഹിച്ച പങ്കിനെ കുറിച്ചും, നമ്മുടെ ദേശീയത എന്ന വികാരത്തെക്കുറിച്ചും, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ ശക്തമായ പോരാട്ടം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തിൽ ഇവിടെ നമുക്കൊരു നാടകത്തിന്റെ ഭാഗമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ 3 പേർ, നോബിൻ മാധവ്, ഗോലക് ചന്ദ്ര ബസു, സാധു ചരൺ എന്നിങ്ങനെ 3 പേരുടെ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡയലോഗ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്, വായിക്കാം. അച്ഛാ, ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീലം മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നാം ഉണർന്നു പോരാടേണ്ടിയിരിക്കുന്നു. എന്റെ മകനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്തു നിൽക്കാനും നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കാനും കഴിയും എന്ന് നാം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതെ നോബിൻ, പറഞ്ഞത് ശരിയാണ്. നാം വളരെ കാലമായി നിശബ്ദരാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, ഭാവി തലമുറയ്ക്കായി നമുക്ക് ഒന്നിച്ച് പോരാടാം. ഇവിടെ നൽകിയിരിക്കുന്ന ഈ സംഭാഷണം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ച നീൽ ദർപ്പൺ എന്ന നാടകം, ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? നീലം തോട്ടം ഉടമകളുടെ ചൂഷണത്തിനെതിരായിട്ടാണ് ഈ ഒരു സംസാരം, ഈ കർഷകർ തമ്മിലുള്ള സംസാരം നടക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നീലം കർഷകർ, നീലം ഇൻഡിഗോ പ്ലാന്റേഴ്സ് അവരെ അടിമകളാക്കി, കൃഷിക്കാരെ അവരുടെ സ്വന്തം മണ്ണിൽ അടിമകളാക്കി നിർത്തുന്നു. അവരിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരുമിച്ച് പോരാടാമെന്നും അവരിൽ ഒരു ഐക്യമെന്നും അത്തരത്തിലൊരു രാഷ്ട്രം എന്ന നിലയിലും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകത അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? വിദേശ ആധിപത്യത്തിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകത അവർ തിരിച്ചറിഞ്ഞു. സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും മോചനം നേടണം എന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഐക്യം എന്നൊരു ആശയം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഐക്യം എന്താണ്? ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയുന്നു. അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു നാട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏത് സാഹചര്യത്തിലായിരുന്നു? വിവിധ നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ട രീതിയിലായിരുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ തരത്തിലാണ്? ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങി എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇന്ത്യക്കാർക്കിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐക്യബോധം രൂപപ്പെട്ടു വന്നു. അവരുടെ ഭിന്നതകൾക്കപ്പുറമായി ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതി ആയപ്പോഴേക്കും ഇത്തരത്തിലൊരു ഐക്യബോധം ജനങ്ങൾക്കിടയിൽ വരാനായിട്ടുണ്ടായിരുന്ന കാരണം എന്ന് ചോദിച്ചാൽ, ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ ഒരു ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ഐക്യബോധത്തെ നമ്മൾ നാഷണലിസം അഥവാ ദേശീയത എന്ന് പറയുന്നു. ഈ ഒരു വികാരത്തെയാണ് ദേശീയത എന്ന് പറയുന്നത്, നാം എന്ന ഒരു വികാരത്തെ. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്, ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഈ ഒരു ഐക്യബോധത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവർ എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ നമ്മളിൽ ഉണ്ടാക്കിയ
ജനങ്ങളിൽ ഉണ്ടാക്കിയ സാമ്പത്തിക ചൂഷണം, അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഗതാഗതവും വാർത്താവിനിമയവും ഇവയൊക്കെ തന്നെ ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനുണ്ടായ കാരണങ്ങളാണ്. അവ ഓരോന്നുമാണ് നമ്മൾ ഇനി ഇവിടെ കാണാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് സാമ്പത്തിക നയത്തിലേക്ക് കടക്കാം. സാമ്പത്തിക നയം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്നതും, അത്തരത്തിൽ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ അവരുടെ കോളനിയുടെ ഭാഗമാക്കി ഇന്ത്യയെ ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർക്കുകയും അവിടുത്തെ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ നിന്നുള്ള സമ്പത്ത് ശേഖരിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ബാക്കി ഇവിടെ പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായിട്ടാണ് ഇന്ത്യയെ കണ്ടിരുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ വ്യവസായങ്ങൾക്കുള്ള ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായിട്ടുമാണ് ഇന്ത്യയെ കണക്കാക്കിയിരുന്നത്. അവർ നമ്മളെ അത്തരത്തിലാണ് ചൂഷണം ചെയ്തിരുന്നത്. സാമ്പത്തിക ചൂഷണമായിരുന്നു പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ ഏതൊക്കെയാണ്? വിവിധ തരത്തിലുള്ള നയങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. വിവിധ തരത്തിലുള്ള നയങ്ങൾ കാരണം കർഷകരും അതുപോലെ തന്നെ മറ്റു വിവിധ തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവരും അവരുടെ പരമ്പരാഗത തൊഴിലിൽ നിന്നും മാറി മറ്റു തരത്തിലുള്ള വേലകളിലേക്കും മാറേണ്ടതായിട്ട് വന്ന സാഹചര്യവും അവിടെ തൊഴിലില്ലായ്മയും തുടർന്ന് ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഉണ്ടായതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായി. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? ഈ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും ചേർന്ന് ഒത്തുചേർന്ന് ഐക്യത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയവരാണ് ദാദാബായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ, M.G. റാനഡെ തുടങ്ങിയവർ. അപ്പൊ ഇവരായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ദാദാബായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ ഇവരാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തിക ചൂഷണത്തെ പറ്റി ആദ്യകാലങ്ങളിൽ വിശദമായ പഠനങ്ങൾ നടത്തിയത്. ഇതിൽ ദാദാബായ് നവറോജിയുടെ പുസ്തകം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ തിയറിയും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ദാദാബായ് നവറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടൈംസ് PSC ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ദാദാബായ് നവറോജി PSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന തന്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചർച്ച വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ദാദാബായ് നവറോജി, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, അദ്ദേഹത്തിന്റെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നിരീക്ഷണമാണ് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി എന്നത്. ഓക്കെ, അടുത്തതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്താണ് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ മേന്മ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കുന്നതിനും വേണ്ടി തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നത്.
എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് എന്താണ് സംഭവിച്ചത്? അവർ കൂടുതൽ അവരെ കുറിച്ച് തന്നെ അവബോധമുള്ളവരായി മാറുകയാണ് ചെയ്തത്. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിങ്ങനെയുള്ള വിഷയത്തിൽ അവർ കൂടുതൽ ജ്ഞാനമുള്ളവരായി മാറുകയും അവബോധമുള്ളവരായി മാറുകയുമാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത്? അവർക്ക് കൂടുതൽ ബ്രിട്ടീഷുകാരുടെ മേന്മ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ തങ്ങൾക്ക് വിധേയരാക്കുന്നതിനും ബ്രിട്ടീഷുകാരോട് അനുഭാവമുള്ള ജനവിഭാഗത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം ആരംഭിച്ചത്. എന്നാൽ അത് നമുക്ക് ഗുണകരമാവുകയാണ് ചെയ്തത്. ഈ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിൽ അവബോധം ജനിക്കുകയും വിവിധ വിഷയങ്ങളിൽ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, അതുപോലെ പൗരാവകാശം, ജനങ്ങളുടെ അവകാശം എന്നിവയെ കുറിച്ചൊക്കെ ഒരു ബോധം അവരിൽ ജനിക്കുകയും അവർ പിന്നീട് പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ ഇത് തങ്ങളുടെ രാജ്യമാണെന്നും തങ്ങളുടെ രാജ്യം എങ്ങനെയാണ് ബ്രിട്ടന്റെ കീഴിലായി പോയത് എന്നുമൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി അന്നത്തെ ജനത നിരന്തരം സംസാരിച്ചു തുടങ്ങിയത്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള ഒരു പൊതുഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റം ഇംഗ്ലീഷ് ഭാഷയിലൂടെയായിട്ട് മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു പൊതുഭാഷ ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ട് ആശയ കൈമാറ്റം സംഭവിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക ദൗർബല്യങ്ങൾ, സാമൂഹിക ദൗർബല്യങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിന് ഈ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം, ബ്രിട്ടീഷ് നൽകിയ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിക്കുകയും ഇതിൽ നിന്ന് തങ്ങളുടെ ഐക്യം മനസ്സിലാക്കിക്കൊണ്ട് ദേശീയത എന്നൊരു വികാരത്തിന്റെ ഉണർവ് കൊണ്ട് ദേശീയത എന്ന ഒരു ആശയത്തിന്റെ ആവിർഭാവത്തിലേക്കാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യകാല നേതാക്കളെയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ദാദാഭായ് നവറോജിയോടൊപ്പം പറഞ്ഞ മഹാദേവ് ഗോവിന്ദ് റാനഡെ, MG റാനഡെയും അതുപോലെ RC ദത്തുമാണ് ഇവിടെ പിക്ചറിൽ. ഇവരാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ. ഇനി സാഹിത്യവും പത്രങ്ങളും എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കുമ്പോൾ, ഇവർ എങ്ങനെ ഘടകങ്ങളായി എന്ന് നോക്കുമ്പോൾ, ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. എങ്ങനെയാണ് ഇന്ത്യൻ ജനത അവരുടെ ആശയങ്ങൾ പത്രത്തിലൂടെയും വിവിധ തരത്തിലുള്ള സാഹിത്യ രൂപത്തിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരിൽ ഈ പറഞ്ഞ നാഷണലിസം, ദേശീയത എന്നൊരാശയം, ഐക്യബോധം, നമ്മൾ എന്ന ബോധം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത്. അത്തരത്തിലാണ് സാഹിത്യവും പത്രങ്ങളും, വിവിധ തരത്തിലുള്ള സാഹിത്യകൃതികളും പത്രങ്ങളും ഒക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു കണ്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട നാടകത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു ഐക്യം എന്ന് പറയുന്നത്. ഐക്യം, അതുപോലെ ദേശീയത, ഒന്നിച്ചു നിന്നാൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ഒരു നാടകത്തിലൂടെയാണത് നമുക്ക് ലഭിച്ചത്. അപ്പൊ അതുപോലെ വിവിധ തരത്തിലുള്ള സാഹിത്യകൃതികളിൽ നിന്ന് ജനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ദുരിതങ്ങൾ, അവഗണന, ചൂഷണം ഇവയൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കു വഹിച്ചു എന്നുള്ളതാണ്. അവരൊക്കെ എഴുതിയിരുന്ന ഭാഷകൾ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ താഴെ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രശസ്തരായ സാഹിത്യകാരന്മാരാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ദേശീയ സാഹിത്യകാരന്മാരിൽ പ്രധാനപ്പെട്ടവരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ. ഇവർ രണ്ടുപേരും ബംഗാളി ഭാഷയിലാണ് രചിച്ചിരുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രബീന്ദ്രനാഥ ടാഗോറും നമ്മുടെ ദേശീയ ഗീതത്തിന്റെ രചയിതാവും ദേശീയ ഗാനത്തിന്റെ രചയിതാവും ബംഗാളി ഭാഷയിലാണ് എഴുതിയിരുന്നത്.
അതുപോലെ ഇദ്ദേഹത്തിന്റെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്രസിദ്ധമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള കൃതിയാണ്. ഏതാണ്? ഇന്നലെ നമ്മൾ പഠിച്ചതാണ്, ആനന്ദമഠം എന്നത്. ആനന്ദമഠം. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഗീതാഞ്ജലി എന്നത്. ഗീതാഞ്ജലി, ഗോര എന്നിവ NCERT തന്നെ നൽകിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. അടുത്തത് ലക്ഷ്മിനാഥ് ബസ് ബറുവയാണ്. ആസാമീസിൽ നിന്നുള്ള, ആസാമീസ് ഭാഷയിലുള്ള സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജുൻബിരി എന്നത്. ജുൻബിരി എന്നത്. ജുൻബിരി. ഓക്കെ. അടുത്തത് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലെ സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് നിബന്ധമാല എന്നത്. PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കാറിന്റെ ഭാഷ മറാത്തിയാണ്. കൃതി നിബന്ധമാലയാണ്. നിബന്ധമാല. അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെ ഭാഷ ഏതാണ്? സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് രചിക്കുന്നത്. തമിഴ് ഭാഷാ സാഹിത്യകാരനാണ്. പ്രസിദ്ധമായ കൃതികളാണ് പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നിവ. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നിവയാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഹിന്ദി ഭാഷയിലെ സാഹിത്യകാരന്മാരാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രയുടെ ഹിന്ദി ഭാഷയിലെ പ്രസിദ്ധമായൊരു കൃതിയാണ് സത്യഹരിശ്ചന്ദ്ര എന്നത്. സത്യഹരിശ്ചന്ദ്ര. പ്രേംചന്ദിന്റെ കൃതി ഹിന്ദിയിലാണ് രചിക്കുന്നത്. പ്രധാനപ്പെട്ട കൃതികൾ 2-3 NCERT തന്നെ നൽകിയിട്ടുണ്ട്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവയാണ്. പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലാണ് രചിക്കുന്നത്. കൃതികൾ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലെ സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ് എന്നത്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവീദ്. അൽതാഫ് ഹുസൈൻ ഹാലി, ഉറുദു ഭാഷ. ഇനി വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ രചയിതാവാണ്. പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഓക്കെ അല്ലേ? ഇതാണ് രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി, അതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, ദീനബന്ധു മിത്ര. ഇവരുടെയൊക്കെ കൃതികളും ഭാഷയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ സാഹിത്യകാരന്മാരെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി പത്രങ്ങളിലേക്ക് കടക്കാം. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലുമായി നിരവധി പത്രങ്ങൾ ആ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്ത് ഉൽ അക്ബറും. ബംഗാളി ഭാഷയിലാണ് സംബാദ് കൗമുദി. സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. പെർഷ്യനിലാണ് മിറാത്തുൽ അക്ബർ. ആരുടേതാണ് പത്രങ്ങൾ? രാജാറാം മോഹൻ റായുടേതാണ്. രാജാറാം മോഹൻ റായുടെ പത്രങ്ങളാണ് സംബാദ് കൗമുദി ബംഗാളി ഭാഷയിൽ, മിറാത്തുൽ അക്ബർ പെർഷ്യൻ ഭാഷയിൽ. ഈ പത്രങ്ങളിലൂടെ ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഒക്കെ പത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലൂടെ എന്താണ്? ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുക, അവയ്ക്കെതിരെ പ്രതികരിക്കുക, ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള മനോഭാവം വളർത്തുക എന്നതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പത്രങ്ങളാണ് ഇതാ ഇവിടെ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ് പത്രങ്ങൾ എന്ന് നോക്കാം. പത്രങ്ങളും അവയുടെ ഭാഷയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷിന്റെ പത്രമാണ്. ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് അമൃത് ബസാർ പത്രിക എന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയിലും പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ബംഗാളി ഭാഷയിലെ പത്രമാണ് അമൃത് ബസാർ പത്രിക. ഇംഗ്ലീഷ് ഭാഷയിലെ 2 പത്രങ്ങളാണ് ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ ഇംഗ്ലീഷ് ഭാഷയിലുണ്ടായിരുന്ന പത്രങ്ങളാണ്. മലയാളം ഭാഷയിലുള്ള പത്രങ്ങളാണ് മാതൃഭൂമി, അൽ അമീൻ എന്നിവ. അൽ അമീൻ, മാതൃഭൂമി എന്നിവ
മലയാളം ഭാഷയിലുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പത്രങ്ങളിലൂടെ അവരുടെ ആശയങ്ങൾ, ഇന്ത്യൻ ജനതയുടെ ആശയങ്ങൾ മുന്നോട്ട് വച്ചിരുന്ന സാഹചര്യത്തിൽ, ആശയങ്ങളും ദേശീയതയും ഒക്കെ വളർന്നു വന്നിരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരായിട്ടുള്ള പ്രചരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കാനുള്ള, അവർക്കെതിരെയാണല്ലോ നടക്കുന്നത്, അപ്പൊ അതിനെതിരായിട്ട് അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് അവയുടെ നിയന്ത്രണത്തിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയുമാണ് പിന്നീട് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട് എന്നത്. ഇന്ത്യൻ ഭാഷകളിലെ പത്രങ്ങളെ നിയന്ത്രിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിമർശനങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷുകാർ 1878 ഈ ഒരു നിയമം, നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കുന്നത്. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയതിന്റെ ഭാഗമായിട്ട് പിന്നീട് ബ്രിട്ടീഷുകാർ ഈ ഒരു നിയമം പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ 1878 ലിട്ടൺ പ്രഭു, ഇതൊക്കെ PSC PYQ ആണ് കേട്ടോ, ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നിയമമാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്നത്, നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു എന്നുള്ളതാണ്. അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. ഇന്ത്യക്കാർക്കിടയിൽ അവരുടെ ദേശീയതാ മനോഭാവം ഉണർത്തുന്നതിന് സഹായകരമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഈ പറഞ്ഞ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത്. അതെങ്ങനെയാന്ന് നോക്കാം. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ജനത അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യക്കാരിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ അത് ജനങ്ങളിൽ, നമ്മുടെ ഇന്ത്യക്കാരിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അനാചാരങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ അവർ മനസ്സിലാക്കുകയും അത് ഇല്ലാതാക്കണം എന്നുള്ള അവബോധവും അവർക്കുണ്ടാവുകയും അതിനായിട്ട് അവർ എന്തു ചെയ്തു, സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നിലപാടുകൾ എടുത്തു. അത്തരത്തിൽ ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് രാജാറാം മോഹൻ റോയ് ആണ്. എടുത്തു പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. രാജാറാം മോഹൻ റോയ് എന്നത് അത്രയേറെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടെ തന്നിരിക്കുന്നത് മാത്രമല്ലാതെ എത്രത്തോളം പോയിന്റ്സ് കിട്ടുമോ അത്രയും പഠിച്ചു വെക്കുക, നോട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇന്ത്യയിൽ ഉണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച ഇദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചു എന്നതാണ്. അപ്പോ രാജാറാം മോഹൻ റോയ് 1772 ബംഗാളിൽ ജനിച്ചു. ഇദ്ദേഹത്തിന് വിവിധ മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഇദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നു എന്നതാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. കൂടാതെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ളത്. സതി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഭർത്താവ് മരിക്കുന്ന സാഹചര്യത്തില് ഭാര്യയും അതേ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്ന അനാചാരമായിരുന്നു ഈ പറഞ്ഞ സതി എന്നത്. സതി എന്ന അനാചാരം നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സതി നിർത്തലാക്കുന്നതിന് മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് ആണ്
ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ സ്ഥാപിക്കുന്നത്? അദ്ദേഹം മിഷണറി സ്കൂൾ 1830 സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്നത് 1830. അതുപോലെ രാജാറാം മോഹൻ റോയ് 1825 വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നുണ്ട്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം 1825. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആദ്യകാലത്ത് ബ്രഹ്മസഭ എന്ന് അറിയപ്പെട്ടിരുന്ന ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് 1828 1828 ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. രാജാറാം മോഹൻ റോയ് ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ തിന്മകൾക്കെതിരെ പോരാടിയ വ്യക്തിയാണ്. അതുപോലെ സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്നും രാജാറാം മോഹൻ റോയ് വാദിച്ചു. ശൈശവ വിവാഹത്തെയും സതിയെയും ബഹുഭാര്യത്വത്തെയും ഒക്കെ എതിർത്തു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു. രാജാറാം മോഹൻ റോയ് വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പൊ ഇതെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇനി ജ്യോതിറാവു ഫൂലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നത് എന്ന് കണക്കാക്കപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും ഒക്കെ അവകാശത്തിനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. സ്ത്രീകളുടെയും ഒക്കെ അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫൂലെ. ഇദ്ദേഹമാണ് ജ്യോതിറാവു ഫൂലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജം എന്നത്. ജ്യോതിറാവു ഫൂലെ സത്യശോധക് സമാജം സ്ഥാപിക്കുന്നത് 1873 സത്യശോധക് സമാജം സ്ഥാപിക്കുന്നത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് ജ്യോതിറാവു ഫൂലെ രൂപം നൽകി. വിധവാ വിവാഹം നടപ്പിലാക്കുന്നതിനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സംഘടന സത്യശോധക് സമാജം പ്രവർത്തിച്ചിരുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു സംഘടനയിലൂടെ നടത്തിയിരുന്നത്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇദ്ദേഹം സ്ഥാപിച്ചു. ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട്, ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ആദര സൂചകമായി മഹാരാഷ്ട്രയിലെ ജനത ഇദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചിരുന്നത്. ജ്യോതിറാവു ഫൂലെയെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദര സൂചകമായി മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തന്നെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ സാവിത്രിഭായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായ സാവിത്രിഭായി ഫൂലെയും കൂടെ ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പെൺപള്ളിക്കൂടം, പെൺകുട്ടികൾക്കുള്ള സ്കൂൾ പൂനെയിൽ ആരംഭിക്കുന്നുണ്ട്. ഇദ്ദേഹവും ജ്യോതിറാവു ഫൂലെയും അതുപോലെ തന്നെ സാവിത്രിഭായി ഫൂലെയും കൂടെ ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ പൂനെയിലാണ് ആരംഭിക്കുന്നത്. പൂനെയിൽ ഈ ഒരു സ്കൂൾ ആരംഭിക്കുന്ന വർഷം 1848 1848 പെൺകുട്ടികൾക്കുള്ള സ്കൂൾ ജ്യോതിറാവു ഫൂലെയും സാവിത്രിഭായി ഫൂലെയും ആരംഭിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇദ്ദേഹത്തിന്റെ പങ്കാളിയായ സാവിത്രിഭായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിഭായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തോടൊപ്പം പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് പണ്ഡിത രമാഭായി. ഇതാണ് പണ്ഡിത രമാഭായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യത്തിൽ ഒന്നാമതായിരുന്നു പണ്ഡിത രമാഭായി. ഇദ്ദേഹം കർണാടക സ്വദേശിയായിരുന്നു. കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ സ്വായത്തമാക്കുകയും സംസ്കൃതത്തിലുള്ള അദ്ദേഹത്തിന്റെ സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ചുകൊണ്ട് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാഭായിയെ
പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് പണ്ഡിത എന്ന ഈ ഒരു പേര് ലഭിക്കുന്നത്. പണ്ഡിത രമാഭായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ശൈശവ വിവാഹത്തിനെതിരാണ്, വിധവകളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകളും പണ്ഡിത രമാഭായി ആരംഭിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് പണ്ഡിത രമാഭായി ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം എന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് ആര്യ മഹിളാ സമാജം എന്ന ഒരു സംഘടന പണ്ഡിത രമാഭായി ആരംഭിക്കുന്നുണ്ട്. ആര്യ മഹിളാ സമാജം, പണ്ഡിത രമാഭായി. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം, വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിക്കുന്നത് പണ്ഡിത രമാഭായിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിക്കുന്നുണ്ട്. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട്. മുക്തി മിഷൻ എന്ന പദ്ധതി എന്തിനാണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും പണ്ഡിത രമാഭായി ആരംഭിക്കുന്നുണ്ട്. 1889 ബോംബെയിൽ വെച്ച് നടന്ന INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പണ്ഡിത രമാഭായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1889 ബോംബെയിലെ INC കോൺഫറൻസിൽ പണ്ഡിത രമാഭായി പങ്കെടുത്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിന്റെ സ്ഥാപകരെയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം 1867 സ്ഥാപിതമാകുന്നത്. ഇതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന നേതാക്കൾ എന്ന് പറയുന്നത് MG റാനഡെ, നമ്മൾ നേരത്തെ കണ്ട മഹാദേവ് ഗോവിന്ദ് റാനഡെ, അതുപോലെ രാമകൃഷ്ണ ഭണ്ഡാർക്കർ എന്നിവരാണ്. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. ഇനി ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിതമാകുന്നത് 1875 ആര്യ സമാജം സ്ഥാപിതമാകുന്നത്. സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ, ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ്. ഈ ഒരു ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമാകുന്നത് ബോംബെയിലാണ്. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമാകുന്നത് ബോംബെയിലാണ്. അപ്പോൾ ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. എപ്പോൾ? 1875 തന്നെയാണ് അലിഗഡ് പ്രസ്ഥാനവും ആരംഭിക്കുന്നത്. അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമാകുന്നതും 1875 തന്നെയാണ്. മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കുട്ട് എന്നിവരാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ. ഇതെല്ലാം തന്നെ PYQ ആണ്, എടുത്തെടുത്ത് പറയേണ്ട. ഇതിലുള്ള എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മാഡം ബ്ലാവസ്കി, കേണൽ ഓൾക്കോട്ട്. കേണൽ ഓൾക്കോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ. എവിടെയാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്ക്. ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനമാണ് ചെന്നൈയിലെ അടയാർ എന്ന് പറയുന്നത്. ചെന്നൈയിലെ അടയാറിലാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം. അപ്പോൾ തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവത്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമാകുന്നത് 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമാകുന്നത്. എപ്പോഴാണ്? 1897. സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ബേലൂർ മഠമാണ്. ബേലൂർ. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം
ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്നതാണ്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്നതാണ് രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം. ഈ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. ശാരദാ മഠം. ഓക്കെ, അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത് വീരേശലിംഗം പന്തലു ആണ്. ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ വീരേശലിംഗം പന്തലു. ഏത് വർഷമാണ്? 1906 1906 ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു ആരംഭിക്കുന്നത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ് കേന്ദ്രമായിട്ടാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് കേന്ദ്രമായിട്ടാണ് വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത്. ഇനി സ്വാഭിമാന പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, സ്വാഭിമാന പ്രസ്ഥാനം, സ്വയമര്യാദ ഇയക്കം എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ. പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. വർഷം ഏതാണ്? 1925 1925 സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ആരംഭിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവും സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുമാണ് ആരംഭിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ് തന്നിട്ടുള്ളത്. ഇവയുടെ അടിസ്ഥാന വിവരങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളരുകയും പിന്നീടത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇനി ഗതാഗതവും വാർത്താവിനിമയവും. ഗതാഗതം, വാർത്താവിനിമയം എന്നിവ വന്നതിലൂടെ എന്ത് സംഭവിച്ചു? കുറച്ചുകൂടി ജീവിത രീതി മെച്ചപ്പെടുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ്. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നത്. അവരുടേതായിട്ടുള്ള വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പി തപാലും ഒക്കെ അവർ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചു, പോസ്റ്റൽ സംവിധാനങ്ങൾ ആരംഭിച്ചു, അതുപോലെ കമ്പി തപാലും ആരംഭിച്ചു. ഇങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെട്ടു വന്നു. ചരക്ക് നീക്കം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ഗതാഗതം കൂടി ബ്രിട്ടീഷുകാർ മെച്ചപ്പെടുത്തി തന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളും നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിപുലീകരണം എന്തിനു സഹായിച്ചു? നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള സഞ്ചാരത്തിനും അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ആശയവിനിമയത്തിനും സഹായകരമായി എന്നതാണ്. അപ്പൊ ഇവിടെ അവരുടെ സഹായത്തിനായിട്ട്, അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് വ്യാപാരം, വ്യവസായം, സൈനികം എന്നീ ആവശ്യങ്ങളൊക്കെ വിപുലീകരിക്കുന്നതിനായിട്ട് വിവിധ തരത്തിൽ റെയിൽവേയും പോസ്റ്റൽ സംവിധാനം, കമ്പി തപാൽ, അതുപോലെ റോഡ് ഗതാഗതം ഒക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള സഞ്ചാരം, ആശയവിനിമയം എന്നിവയൊക്കെ വർദ്ധിക്കുകയും പരസ്പരം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുകയും ഈ സൗകര്യങ്ങളൊക്കെ വഴിയൊരുക്കി തരികയാണ് ചെയ്തത്. ഇതുവഴി ഇന്ത്യയിൽ ദേശീയ മനോഭാവം ജനതയിൽ രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും അങ്ങനെ ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. ഇവിടെ ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ബ്രിട്ടീഷുകാരുടെ ചില പരിഷ്കാരങ്ങൾ കാരണമായി. ഏതൊക്കെയാണ്? ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, അതുപോലെ ഏകീകൃത നാണയ വ്യവസ്ഥ ഇവയൊക്കെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഐക്യബോധം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ നമ്മൾ ചില സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയത എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതും ഏതാണ്ട് ഒരു അടിസ്ഥാനം മനസ്സിലാക്കി. ഇതുപോലെ തന്നെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിനായിട്ട് ചില രാഷ്ട്രീയ സംഘടനകളും ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണം എന്ന ആശയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായിട്ട് 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അവയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഒന്ന്, ഇന്ത്യൻ അസോസിയേഷൻ.
പ്രവർത്തന കേന്ദ്രം എവിടെയാണ് വരുന്നത്? കൽക്കട്ടയാണ് പ്രവർത്തന കേന്ദ്രം. നേതൃത്വം നൽകിയത്, ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവരാണ്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് ഇന്ത്യൻ അസോസിയേഷന്റെ ദേശീയ നേതാക്കൾ. മദ്രാസ് മഹാജൻ സഭയാണ് അടുത്തത്. മദ്രാസ് മഹാജൻ സഭയുടെ പ്രവർത്തന കേന്ദ്രം മദ്രാസ് ആണ്. നേതൃത്വം നൽകിയത് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവർ നേതൃത്വം നൽകിയ ദേശീയ പ്രസ്ഥാനമാണ് മദ്രാസ് മഹാജൻ സഭ എന്നത്. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം ബോംബെ തന്നെയാണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ് നേതൃത്വം നൽകിയ നേതാക്കൾ. നേതൃത്വം നൽകിയവരാണ് ഫിറോസ് ഷാ മേത്ത, കെ ടി തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്നിവർ. ഈ സംഘടനകൾക്കൊന്നും തന്നെ അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നത് ഒരു പരിമിതിയായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങി നിന്നു. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ കൽക്കട്ട, മദ്രാസ്, ബോംബെ തുടങ്ങി എന്നിവിടങ്ങളിലാണ് പ്രവർത്തന കേന്ദ്രം വരുന്നത്. അപ്പോൾ ചില ഇടങ്ങളിൽ മാത്രം, ചില പ്രവിശ്യങ്ങളിൽ മാത്രം, ചില പ്രദേശങ്ങളിൽ മാത്രമായി ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തനം ഒതുങ്ങി നിന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ധനികരുടെയും മധ്യവർഗത്തിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾ ബഹുജന രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ബോധവൽക്കരിക്കാൻ, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് സാധിക്കുന്ന വിധത്തിലായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട്, എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ച് അവരെ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോഴാണ് അഖിലേന്ത്യാ സംഘടന എന്നൊരു ആശയം, അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത ശക്തിപ്പെട്ടു വരുന്നത്. അങ്ങനെയാണ് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നത്. അപ്പൊ ഇവിടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന ഒരു പുസ്തകത്തിൽ നിന്ന് നൽകിയിട്ടുള്ള ഭാഗമാണ്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം, AO ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് KSICLന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാവുന്നുണ്ട്? അഖിലേന്ത്യാ പ്രസ്ഥാനം, അഖിലേന്ത്യാ സംഘടന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ രൂപീകരണത്തെ കുറിച്ചാണ്, അവയുടെ അടിസ്ഥാന വിവരമാണ് തന്നിട്ടുള്ളത്. എന്നാണ് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28 എവിടെ വെച്ച്, എവിടെയായിരുന്നു ആദ്യത്തെ സമ്മേളനം? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ എത്ര പേർ പങ്കെടുത്തു? 72 പേർ. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 72 പേരാണ് പങ്കെടുത്തത്. ഈ ഒരു രൂപീകരണത്തിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരനാണ് AO ഹ്യൂം, അലൻ ഒക്ടോവിയൻ ഹ്യൂം. ആദ്യത്തെ അധ്യക്ഷനാണ് WC ബാനർജി എന്നത്. WC ബാനർജി. അങ്ങനെ ഇവിടെ എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടന രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ. 72 പേരാണ് പങ്കെടുത്തത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഈ ഒരു INCയുടെ, അഖിലേന്ത്യാ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പൊതുവായിട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൂടാതെയുള്ള മറ്റ് ലക്ഷ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ഒരു വൈരി സ്വഭാവം ഉണ്ടാകാതെ അവർക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം വളർത്തി പൊതു അഭിപ്രായം രൂപീകരിക്കുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ തന്നെ അവരിൽ എന്താണ്? ദേശീയ ഐക്യബോധം വളർത്തുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുക.
പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഇവിടെ പൊതു ആവശ്യങ്ങൾ രൂപീകരിക്കുകയും അവ രൂപം കൊള്ളിക്കുകയും അതുപോലെ തന്നെ അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിച്ച് ഇതാണ് നമ്മുടെ ആവശ്യം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതും ഈ ഒരു അഖിലേന്ത്യാ സംഘടനയുടെ ലക്ഷ്യമാണ്. രാജ്യത്ത് ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ അതിനായി സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതും അഖിലേന്ത്യാ സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തൊരു ഘടകമാണ് അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിച്ച് നൽകുക എന്നത്. അപ്പൊ ഇവയെല്ലാമായിരുന്നു പ്രധാനമായിട്ടും അഖിലേന്ത്യാ സംഘടനയുടെ INC രൂപീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇവരാണ് അതിനായി പ്രവർത്തിച്ച 2 വ്യക്തിത്വങ്ങൾ, അലൻ ഒക്ടോവിയൻ ഹ്യൂം അതുപോലെ WC ബാനർജി എന്നിവർ. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. INC രൂപീകരിക്കുന്നത് 1885 ഡിസംബർ 28-നാണ്. അതുപോലെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ INCയുടെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി വരികയും ചെയ്തു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാബായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P ആനന്ദചാർലു, RC ദത്ത്, ആനന്ദമോഹൻ ബോസ് എന്നിവർ. ഇതിൽ മിക്ക പേരുകളും നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരുമാണ് ആ ഒരു കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ INCയെ കുറിച്ച് ഒരു അടിസ്ഥാന വിവരമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? C ശങ്കരൻ നായരാണ്. സർ C ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. 1897-ലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം C ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. 1897 അമരാവതി സെഷനിലാണ് C ശങ്കരൻ നായർ INCയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത്. ഇദ്ദേഹമാണ് INCയുടെ അധ്യക്ഷനാവുന്ന ആദ്യ മലയാളി. ഓക്കെ, അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി വിഭജനവും ഭിന്നിപ്പിക്കലുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പുസ്തകത്തിലെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന ഈ ഒരു KSICLന്റെ പുസ്തകത്തിലെ വാക്യമാണ്. എന്താണെന്ന് നോക്കിയാൽ, ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. H റിസ്ലയുടെ വാക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബംഗാൾ വിഭജനം എന്നതിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന H റിസ്ലയുടെ വാക്കുകൾ അവരുടെ ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലായത്? ഇവിടെ ഒരു ഭിന്നിപ്പിക്കൽ, അവരുടെ യൂണിറ്റിയെ തകർത്തുകൊണ്ട് അവിടെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ ദുർബലമാക്കി തകർക്കാനായി കഴിയും എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് അധികാരികൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1905-ലെ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ബംഗാൾ. ഈ ഒരു ബംഗാൾ പ്രവിശ്യയെ 2ആയി വിഭജിക്കുക എന്നതായിരുന്നു ബംഗാൾ വിഭജനത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം ആവശ്യമാണ്, അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അന്നത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു വാദിച്ചു. ആ ഒരു സാഹചര്യത്തിൽ കഴ്സൺ പ്രഭു ഇവരെ ഭരിക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗമാണ് വിഭജിക്കുക എന്നത് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും അത്തരത്തിലാണ് ഇവിടെ ഒരു വിഭജനം നടക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനത്തിലേക്ക് അതിനെ നയിക്കുകയാണ് ചെയ്യുന്നത്. ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നുമായിട്ട് 2ആയി തരംതിരിക്കുന്നുണ്ട്. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു.
അവരെ മതാടിസ്ഥാനത്തിലും അല്ലാതെയും ഒക്കെ വിഭജിച്ചുകൊണ്ട് ദുർബലരാക്കി ആ ഒരു പ്രദേശത്തെയും കൂടെ തങ്ങളുടെ കീഴിലാക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത്. ബംഗാൾ വിഭജനം 1905 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. 1905 ജൂലൈ 20 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. ആരാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്? നമ്മളിപ്പോ പറഞ്ഞതുപോലെ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. കഴ്സൺ പ്രഭു കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ബംഗാളിനെ. ഓക്കെ, കഴ്സൺ പ്രഭു രണ്ടായിട്ട് ബംഗാളിനെ കട്ട് ചെയ്തു. അപ്പൊ കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത്. ഈ ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 2 ദിവസവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് 1905 ഒക്ടോബർ 16 ഒക്ടോബർ 16 നിലവിൽ വന്ന ഈ ഒരു ബംഗാൾ വിഭജനം ബംഗാളിലുടനീളം തന്നെ ദുഃഖാചരണത്തിന് കാരണമായി. കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണ ബംഗ്ല എന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ്. അത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഗാനം അമർ സോണ ബംഗ്ല എന്ന ഈ ഒരു ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലൂടെ സംഘടിച്ചു. ഈ ഒരു പ്രതിഷേധം ബംഗാൾ വിഭജനത്തിൽ അവർ കഴിയുന്ന രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയാണ് ചെയ്തത്. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായിട്ട് മാറുകയും അതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന രീതിയിൽ അറിയപ്പെടുകയും ചെയ്തത്. അപ്പൊ ബംഗാളിനെ വിഭജിച്ചത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും തുടർന്ന് സമരത്തിനും കാരണമാവുകയും അതിനെയാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമാണ് ഈ പറഞ്ഞ സ്വദേശി പ്രസ്ഥാനത്തോടു കൂടി ഉണ്ടാവുന്നത്. പിന്നീട് 1911 ആയപ്പോഴേക്കും 1911 ഹാർഡിഞ്ച് രണ്ടാമൻ 1911 ഹാർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം, ഈ ക്ലാസ്സിലില്ല, പിന്നീട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമര രീതി. അപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു പ്രക്ഷോഭം സമരമായി ഒക്കെ മാറിയപ്പോൾ എന്തു ചെയ്തു? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നിവയൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതിയായിട്ട് മാറി. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെന്റ് എന്നത്. വന്ദേ മാതരം മൂവ്മെന്റ് ഇത്തരത്തിലുള്ള സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമൃത് ബസാർ പത്രിക പോലെയുള്ളത്. ശിശിർ കുമാർ ഘോഷിന്റെ അമൃത് ബസാർ പത്രിക പോലെയുള്ളവ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചവയാണ്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യത്തിൽ സ്വാശ്രയം എന്നൊരു ആശയമാണ് ഇവിടെ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സ്വാശ്രയം, അവിടെ ബ്രിട്ടീഷ് വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ വസ്തുക്കളൊക്കെ മുന്നോട്ട് വരികയും അവയുടെ ഉപയോഗം കൂടുതലാവുകയും ചെയ്യുന്നു. സ്വാശ്രയം എന്ന ഒരു ആശയം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്നു. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് സ്വാശ്രയം എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാവുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു. അങ്ങനെ അവരുടെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വദേശി പ്രസ്ഥാനം എന്ന സമരം മുന്നോട്ട് പോയത്. ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയൊക്കെ ആരംഭിച്ചു. അതുകൂടാതെ ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ആരംഭിക്കുന്നതാരാണ്? ആചാര്യ PC റോയ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചു. രവീന്ദ്രനാഥ ടാഗോർ സ്വദേശി സ്റ്റോർ ആരംഭിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. VO ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. VO ചിദംബരം പിള്ള.
സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. ജംഷഡ്ജി ടാറ്റ സ്റ്റീൽ ഫാക്ടറി എന്നിവയും ആരംഭിച്ചു. ജംഷഡ്ജി ടാറ്റ സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചു. ആചാര്യ PC റോയ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. രവീന്ദ്രനാഥ ടാഗോർ സ്വദേശി സ്റ്റോർ. VO ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ ആരംഭിച്ചു. ജംഷഡ്ജി ടാറ്റ സ്റ്റീൽ ഫാക്ടറി എന്നിവയും ആരംഭിച്ചു. ഇതെല്ലാം തന്നെ സ്വദേശി സമരത്തിന്റെ ഭാഗമായിട്ടാണ് രൂപം കൊള്ളുന്നത്. പിന്നീട് ഇവിടെ നൽകിയിട്ടുള്ളത് ബിപിൻ ചന്ദ്രയുടെ ആധുനിക ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വരികളാണ്. സുരേന്ദ്രനാഥ് ബാനർജിയുടെ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഇത്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നവ പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. ഇത്തരത്തിലാണ് അവിടെ ഒരു പ്രതികരണം, പ്രതിഷേധം, സമരമുറ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അങ്ങനെ ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വളരുകയും ഇവിടെ പറഞ്ഞ വിധത്തിൽ പ്രകടമായി തന്നെ ആ സമരമുറ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരുൾപ്പെടെ സ്ത്രീകളും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാവുകയും വിവിധ മേഖലകളിൽ അത് പ്രകടമായി തന്നെ കാണുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയതയിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും ഈ പറഞ്ഞ സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം ഒരു ആശയമായി മുന്നോട്ട് കൊണ്ടുവന്നത് പ്രധാനമായിട്ടും സ്വദേശി സംഘം, വന്ദേ മാതരം സമ്പ്രദായം തുടങ്ങിയ സംഘടനകളാണ്. വന്ദേ മാതരം സമ്പ്രദായം, സ്വദേശി സംഘം. അങ്ങനെ സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. അടുത്തത് മിതവാദികളും തീവ്ര ദേശീയവാദികളും ആണ്. അപ്പൊ ഇതെന്താണെന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ ഒരു സ്വാതന്ത്ര്യ കാലഘട്ടത്തെ ഇതൊന്നുകൂടി പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ കാലഘട്ടത്തെ നമ്മൾ മൂന്നായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാവുന്നതാണ്. ഒന്ന് മിതവാദികളുടെ കാലഘട്ടം, രണ്ട് തീവ്ര ദേശീയവാദികളുടെ കാലഘട്ടം, മൂന്ന് ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിജി വന്നതിന് ശേഷമുള്ള കാലഘട്ടം. അതിന് മുന്നേയുള്ള രണ്ട് കാലഘട്ടമാണ് ഈ പറയുന്ന മിതവാദികളും തീവ്ര ദേശീയവാദികളും എന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായി രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടപ്പോൾ അവർ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവരാണ് ഈ പറഞ്ഞ മിതവാദികൾ. ഈ മിതവാദികൾ പ്രധാനമായിട്ടും ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാബായ് നവറോജി തുടങ്ങിയവരായിരുന്നു. ഇവരാണ് മിതവാദികളുടെ നേതാക്കൾ. സമാധാനപരമായിട്ടും അതുപോലെ രക്തരഹിതവുമായിട്ടുള്ള സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയൊക്കെ ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സമരമുറകൾ എന്ന് പറയുന്നത്. ഇവർ തീർത്തും സമാധാനപരമായിട്ടും മിതവാദികളാണ്. അവർ തീർത്തും സമാധാനപരമായിട്ടും രക്തരഹിതവുമായിട്ടും യോഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയും ഒക്കെ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുമൊക്കെ മുന്നോട്ട് പോയവരാണ്. അപ്പോൾ മിതവാദികൾ അവരുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടുമൊക്കെ അതൃപ്തരായ മറ്റൊരു വിഭാഗം അവിടെ കോൺഗ്രസിൽ ശക്തമാവുകയും അവരെയാണ് തീവ്ര ദേശീയവാദികൾ, എക്സ്ട്രീമിറ്റ്സ് എന്ന് പറയുന്നത്. അവരെയാണ് തീവ്ര ദേശീയവാദികൾ, എക്സ്ട്രീമിറ്റ്സ് എന്ന് പറയുന്നത്. ഈ തീവ്ര ദേശീയവാദികളിൽ പ്രധാനികളാണ് ലാൽ പാൽ ബാൽ എന്നിവർ. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ലാൽ പാൽ ബാൽ.
ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇവിടെ ഈ മിതവാദികളെ പോലെ തന്നെ സമാധാനപരവും രക്തരഹിതവും ഒന്നുമല്ല. അവർ തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു രീതിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? സ്വദേശി, ബഹിഷ്കരണം തുടങ്ങി വിപ്ലവകരമായിരുന്നു എക്സ്ട്രീമിസ്റ്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതാണ്? തീവ്രദേശീയവാദികൾ തീവ്രമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തന രീതികളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അവർ സ്വീകരിച്ച മാർഗങ്ങൾ വിപ്ലവകരമായിരുന്നു. ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ ഇവർക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിക്കുകയാണ് ചെയ്തത്. അപ്പൊ 2 തരത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടായിരുന്നത്. ആദ്യകാല നേതാക്കൾ മിതവാദികളാണ്. അവരാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇവർ തീർത്തും സമാധാനപരവും രക്തരഹിതവുമായിട്ടുള്ള സമരങ്ങളിലൂടെ മുന്നോട്ട് വന്നു. എന്നാൽ ഇവരിൽ നേരെ എതിരഭിപ്രായം ഉണ്ടായിരുന്ന വിഭാഗക്കാരാണ് തീവ്രദേശീയവാദികൾ. അവരാണ് ലാൽ പാൽ ബാൽ. ഇവരെന്തു ചെയ്തു? വിപ്ലവകരമായ രീതിയിൽ ബഹിഷ്കരണവും സമരമുറകളും മുന്നോട്ട് വെച്ച് പ്രത്യക്ഷ സമര രീതിയിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിൽ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത്തരത്തിൽ മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകളൊക്കെ മാനിച്ചുകൊണ്ട് 1907 എന്ത് സംഭവിച്ചു? കോൺഗ്രസ് പിളർന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്ന സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം എന്നത്. സൂററ്റ് പിളർപ്പ് എന്ന്, സൂററ്റ് വിഭജനം എന്നും അറിയപ്പെടുന്നു 1907. അപ്പൊ മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായ സാഹചര്യത്തിലാണ് ഈ ഒരു പിളർപ്പിലേക്ക്, ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് നയിക്കുന്നത്. കോൺഗ്രസിലുണ്ടായിരുന്ന ഈ ഒരു പിളർപ്പ് ബ്രിട്ടീഷുകാർക്ക് എന്താണ്? ഒരു മുതൽക്കൂട്ടായി മാറുകയാണ് ചെയ്തത്. അവർ ഓൾറെഡി എന്താണ് വിചാരിച്ചിരുന്നത്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ്. അപ്പൊ കോൺഗ്രസിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഈ ഒരു പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നിലപാടുകൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ബാലഗംഗാധര തിലക് ഉൾപ്പെടെയുള്ള പലരെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായും മിതവാദികളും തീവ്രദേശീയവാദികളും അതൃപ്തി അവരുടെ ആശയങ്ങളിൽ പ്രകടമായി കാണിച്ചപ്പോൾ അത് കൂടുതൽ ശക്തമായി 1907 സൂററ്റ് പിളർപ്പ് സംഭവിച്ചു. അവിടെ കോൺഗ്രസ് പിളർക്കുകയാണ് ചെയ്തത്. സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് 1907 സൂററ്റ് പിളർപ്പ് സംഭവിക്കുന്നത്. അങ്ങനെ പിളർപ്പുണ്ടായപ്പോൾ, കോൺഗ്രസിലുണ്ടായിരുന്ന പിളർപ്പ് ബ്രിട്ടീഷുകാർ നല്ല നയമെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർ ഈ തീവ്രദേശീയവാദികൾക്കെതിരെ കർശനമായി നടപടികൾ എടുത്ത് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും, ഇവിടെ ബാലഗംഗാധര തിലക്, ലാൽ പാൽ ബാലാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്, ബാലഗംഗാധര തിലക് പോലെയുള്ള ശക്തരായ നേതാക്കളെ നാടുകടത്തുകയും പല നേതാക്കളും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്വദേശി സമിതികളെ കുറിച്ചുകൂടി പഠിക്കാനുണ്ട്. സ്വദേശി സമിതികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കുവാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ എന്ന് പറയുന്നത്. സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അശ്വിനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ് സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത്. സ്വദേശി സമിതികൾ, സ്വദേശി സമിതികളിലൂടെയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അശ്വിനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത്. ഇതാണ് അശ്വിനി കുമാർ ദത്ത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നത്. ഇതൊക്കെയായിരുന്നു ആ സമിതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും അവരെ സഹായിച്ച് ഒന്നായി കാണുക എന്നതായിരുന്നു. അങ്ങനെ സർവ്വ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിലേക്ക് എത്തി. എന്താണ് ഇവിടെ പറയുന്നത്? ആഘാ ഖാന്റെ നേതൃത്വത്തിൽ
ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലത്തിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത് 1906 ഡിസംബർ 30-നാണ്. ഡിസംബർ 30-ന് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരൊക്കെയാണ്? ആഖാഖാൻ, നവാബ് സലീമുള്ള, മൊഹസിൻ ഉൾ ഹക്ക് എന്നിവരാണ്. ആഖാഖാൻ ആണ് പ്രധാനപ്പെട്ട നേതാവ്. അങ്ങനെ ആഖാഖാന്റെ നേതൃത്വത്തിലാണ് മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും മുസ്ലിം സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണം എന്നും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾക്ക് വൈസ്രോയി പോസിറ്റീവായിട്ട് അനുകൂലമായിട്ടുള്ള നിലപാടാണ്, അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് നൽകുന്നത്. അങ്ങനെയാണ് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കുന്നത്. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ഡിസംബർ 30-ന് സ്ഥാപിതമായി. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായിട്ടുള്ള നഗരമാണ് ധാക്ക എന്നത്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിന്റോ രണ്ടാമനാണ്. മിന്റോ രണ്ടാമൻ. ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നതിന് വേദിയായിട്ടുള്ള നഗരമാണ് ധാക്ക. രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? മിന്റോ രണ്ടാമനാണ്, മിന്റോ പ്രഭുവാണ്. അങ്ങനെ അവിടെ മുസ്ലിങ്ങൾക്കായിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത് 1906. ഇവിടെ എന്താണ് സംഭവിച്ചത്? 1907 സൂററ്റ് വിഭജനം സംഭവിച്ചു. അങ്ങനെ ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഇവിടെ എന്ത് സംഭവിച്ചു? സൂററ്റ് പിളർപ്പ് സംഭവിച്ചപ്പോൾ അതിനിടയിലൂടെ ബ്രിട്ടീഷുകാർ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അടിച്ചമർത്തിയപ്പോൾ ജനരോഷം ആർത്തിരമ്പി. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട്, കോൺഗ്രസിലെ മിതവാദികളെ, തീവ്ര ദേശീയവാദികളെ അടിച്ചമർത്തിയല്ലോ, മിതവാദികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1909 മിന്റോ മോർലി റിഫോംസ്, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ 1909 മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന മിന്റോ മോർലി പരിഷ്കാരം. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നത്. അത്തരത്തിൽ മിതവാദികളെ സ്വാധീനിക്കാനാണ് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. 1909 ഈ ഒരു നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തി നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് ലാൽ പാൽ ബാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ തീവ്ര ദേശീയതയുടെ നേതാക്കൾ. സ്വദേശി പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയവർ. ഇവരാണ് ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അങ്ങനെ ഇരിക്കെ ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായിട്ട് ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അതാണ് ഹോം റൂൾ ലീഗ് എന്നത്. ഈ ഹോം റൂൾ എന്നതിന്റെ അർത്ഥം പോലും അത് തന്നെയാണ്. പ്രധാന ലക്ഷ്യം വരുന്നത് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയം ഭരണം നേടുക എന്നതാണ്. അപ്പോ 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാവുകയാണ് ചെയ്യുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയാണ്. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയാണ്. ആരൊക്കെയാണ് നേതാക്കൾ? ആനി ബസന്റ്, ബാലഗംഗാധര തിലക് എന്നിവരാണ്. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഹോം റൂൾ ലീഗ് എന്ന സംഘടന ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും ഒക്കെ തന്നെ ജനപിന്തുണ നേടുകയാണ് ചെയ്തത്.
ഹോം റൂൾ അഥവാ സ്വയം ഭരണം എന്നതായിരുന്നു ഈ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുക എന്നതായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായി വന്നത്. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായിട്ട് ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്വരാജ്യം എന്ന ആശയം ഇവിടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പിന്നീട് അവർ ജയിൽ മോചിതയാവുകയും അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ് എന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയല്ല, ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ ഹോം റൂൾ ലീഗ് എപ്പോഴാണ് ഹോം റൂൾ ലീഗ് ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത്? 1916 കേട്ടോ. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമാകുന്നത് 1916. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ നേതാക്കൾ, ഈ ഒരു പ്രസ്ഥാനം ഹോം റൂൾ എന്ന പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ, അയർലൻഡിൽ നിന്നാണ്. അങ്ങനെ ഹോം റൂൾ ലീഗ് ജനപിന്തുണ നേടുകയും പിന്നീട് അത് ഇന്ത്യയിലുടനീളം വ്യാപിക്കുകയും ചെയ്തു. ആനി ബസന്റ് ഇതിനായിട്ട് തന്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് 2 പത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ആനി ബസന്റിന്റെ പത്രങ്ങളാണ് കോമൺ വീൽ എന്നതും അതുപോലെ ന്യൂ ഇന്ത്യ എന്നതും. ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നിവ ആനി ബസന്റിന്റെ പത്രങ്ങളാണ്. PSC പിന്നീട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കോമൺ വീൽ എന്നതും ന്യൂ ഇന്ത്യ എന്നതും ആനി ബസന്റിന്റെ പത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആനി ബസന്റ് കൊണ്ടുവന്ന പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺ വീൽ എന്നിവ. അങ്ങനെ ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ പ്രകടിപ്പിച്ച ഇവരെ ജയിലിൽ അടച്ച് ബ്രിട്ടീഷ് പിന്നീട് ജയിൽ മോചിതരായപ്പോൾ 1917 കൽക്കട്ട സമ്മേളനത്തിൽ ആനി ബസന്റ് INCയുടെ അധ്യക്ഷയാവുകയും INCയുടെ അധ്യക്ഷയായ ആദ്യ വനിത എന്ന പേര് നേടുകയും ചെയ്തു. ആനി ബസന്റ് ആണ് INCയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത. ഓക്കെ, ഹോം റൂൾ ലീഗിന്റെ പ്രചാരണ പരിപാടിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഹോം റൂൾ എന്നത്. അങ്ങനെ 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ലക്നൌവിൽ വെച്ചായിരുന്നു. ലക്നൗ 1916 ഹോം റൂൾ പ്രസ്ഥാനം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എവിടെ വെച്ചാണ് കോൺഗ്രസിന്റെ ആ വർഷത്തെ വാർഷിക സമ്മേളനം? ലക്നൌവിൽ വെച്ചാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ഒരു സമ്മേളനം തീരുമാനിച്ചു. 1916 കോൺഗ്രസ് സമ്മേളനത്തിൽ എന്ത് സംഭവിച്ചു? നേരത്തെ പിളർപ്പ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞിടത്തു നിന്ന് മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെട്ടിട്ടുള്ള INCയുടെ സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനമാണ്. ഉത്തർപ്രദേശിലാണ് ലക്നൗ. ഇതിന്റെ അധ്യക്ഷൻ ആരാണ്? AC മജുംദാർ. നമ്മുടെ മിസ്സിന്റെ തന്നെ കോഡാണെന്ന് തോന്നുന്നു. ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന മിതവാദികളെയും തീവ്രദേശീയവാദികളെയും AC മജുംദാർ AC ഇട്ട് തണുപ്പിച്ച് ഒന്നാക്കി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബീന മിസ്സിന്റെ തന്നെ കോഡാന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഓർത്തിരിക്കുക. AC മജുംദാർ PSC ചോദിച്ചിട്ടുണ്ട്. AC മജുംദാർ ആണ് ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടുന്നതിന് കാരണമായിട്ടുള്ള സമ്മേളനമാണ് ഇത്. ഇതുകൂടാതെ ഈ ഒരു സമ്മേളനത്തിലാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നത്. 1916 സമ്മേളനത്തിലാണ്. INCയും മുസ്ലിം ലീഗും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലക്നൗ ഉടമ്പടി തിലകും ജിന്നയും ചേർന്ന് ഒപ്പുവെക്കുന്നതും ഇതേ 1916 ലക്നൗ സമ്മേളനത്തിലാണ്. ഓക്കെ, ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും കാരണമായ ഒരു സമ്മേളനമാണ് 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനം. അധ്യക്ഷൻ AC മജുംദാർ.
പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട്. ഇത് രൂപീകരിച്ചുകൊണ്ട് സായുധ സമരത്തിന്റെ മാർഗം അവലംബിക്കുകയും ചെയ്തു. ഇങ്ങനെ പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു. അത്തരത്തിലുള്ള വിപ്ലവ സംഘടനകളും അവയ്ക്ക് നേതൃത്വം നൽകിയവരുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ഈ പറഞ്ഞ വിപ്ലവ സംഘടനകൾ എന്ന് ചോദിച്ചാൽ അനുശീലൻ സമിതിയാണ് ഒന്നാമത്തേത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വിപ്ലവ പ്രസ്ഥാനമാണ് അനുശീലൻ സമിതി എന്ന് പറയുന്നത്. എവിടെയാണ് സ്ഥലം? ബംഗാളാണ്. ബംഗാൾ. ആരാണ് നേതൃത്വം നൽകിയത്? സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ് അനുശീലൻ സമിതിയുടെ സ്ഥാപകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേതൃത്വം നൽകിയവർ. സ്ഥലം ബംഗാളാണ്. അനുശീലൻ സമിതി പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വിപ്ലവ പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ്. ഭാരത് മാതാ അസോസിയേഷന്റെ സ്ഥലം മദ്രാസാണ്. നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഭാരത് മാതാ അസോസിയേഷന്റെ നേതാക്കൾ. യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടി സ്ഥാപിതമാവുന്നത് 1906 ബംഗാളിലെ കൊൽക്കത്തയിലാണ്. നേതൃത്വം നൽകുന്നത് റാഷ് ബിഹാരി ബോസും ഖുദ്ദീറാം ബോസുമാണ്. റാഷ് ബിഹാരി ബോസും ഖുദ്ദീറാം ബോസുമാണ് യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. അടുത്തത് ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിതമാകുന്നത് അമേരിക്കയിലാണ്. ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിപ്ലവ ഈ സംഘടനകളും നമ്മൾ പഠിച്ചു. അതുപോലെ അവയ്ക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളെയും നമ്മൾ പഠിച്ചു. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം വന്നു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോഴാണ് അഖിലേന്ത്യാ തലത്തിൽ ഒറ്റ സംഘടനയായിട്ട് ഇവർ ഒന്നുചേരുന്നതും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന് ചെറുത്തുനിൽപ്പ് പ്രകടിപ്പിക്കുന്നതും. അക്കാലത്തെ ഏറ്റവും ജനകീയമായ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ജനജീവിതത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊന്നും തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ടില്ല. എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കുക, റിവൈസ് ചെയ്ത് മനഃപ്പാഠമാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.